Hey guys, welcome back to my channel. അപ്പോൾ ഇന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ട് നേരെ പോണത് എനിക്ക് കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റായിട്ട് ഒരു ഹാമ്പറിലേക്കുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പോണത്. ഈ ഒരു ഓർഡർ തന്നിട്ടുള്ളത് എൻ്റെ ഫാമിലിയിലേക്ക് തന്നെ കേട്ടോ, അതായത് എൻ്റെ സിസ്റ്ററിലോടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് അളിയൻ തന്നിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്നു കേട്ടോ. സർപ്രൈസ് ആയിട്ട് ഒരു ഹാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാം. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് നോമ്പിൻ്റെ സമയത്തായിരുന്നേ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഷോപ്പിലേക്ക്. പിന്നെ പെരുന്നാളിൻ്റെ സമയമായതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് കേട്ടോ ഷോപ്പിലൊക്കെ. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ ചുരിദാറിൻ്റെ സെക്ഷനിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ചുരിദാറിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയലാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി കുറേ കളക്ഷൻസൊക്കെ നോക്കിയിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന കിഡ്സിൻ്റെ കളക്ഷനിക്കൊന്ന് ജസ്റ്റ് കയറി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഏത് ഷോപ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിലും അവിടെയുള്ള കിഡ്സിൻ്റെ കളക്ഷനിക്കൊന്ന് നോക്കൂട്ടാ. കാരണം മോനുള്ള കാരണം മോനക്ക് പറ്റിയിട്ടുള്ള എന്തെങ്കിലും കളക്ഷൻ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടേക്ക് കയറി നോക്കിയപ്പോൾ അവിടെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ വേഗം ബില്ല് ചെയ്യാൻ വേണ്ടി പോയിട്ടാണ്. നല്ല വെയിലും പിന്നെ അതുപോലെ നോമ്പൊക്കെ എടുത്ത കാരണം കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നേ. പിന്നെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം എനിക്കൊരു കൊറിയർ അയക്കാനുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്ക് കൊറിയർ ഓഫീസിൽ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന കുറച്ച് ക്രാഫ്റ്റിൻ്റെ ഐറ്റംസൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ ഏതായാലും എനിക്ക് പോസ്റ്റ് ചെയ്യാനുണ്ട് അത് വാങ്ങാനുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് വാങ്ങിക്കാൻ വേണ്ടി പോവാമെന്ന്. ഞാൻ വിചാരിച്ചത് നാളെ പോയി വാങ്ങാമെന്നായിരുന്നു കേട്ടോ. പിന്നെ എനിക്കത് കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കി ഓർഡറിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അടുത്ത സ്റ്റോപ്പിലാണ് കേട്ടോ കൊറിയർ ഓഫീസ് ഉള്ളത്. അപ്പോൾ നടന്ന് പോകാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ പിന്നെ ഞാൻ തന്നെ പോയി വാങ്ങാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫീസിലെത്തി എൻ്റെ കൊറിയർ ഞാൻ കളക്ട് ചെയ്ത് എനിക്ക് പോസ്റ്റ് ചെയ്യാനുള്ളതൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ കുറച്ച് ബ്രേക്കിന് ശേഷമാണ് കേട്ടോ ക്രാഫ്റ്റ് വർക്ക് ഫ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിൽ കാര്യമായിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനിപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മുന്നേ ഉണ്ടായിരുന്ന കുറേ ഐറ്റംസൊക്കെ എൻ്റെ അടുത്ത് നിന്ന് മിസ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അതൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. എനിക്ക് പൊതുവേ നല്ല ഇഷ്ടമാണ് ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി. എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും സൈഡായിട്ട് ഇങ്ങനത്തെ എന്തെങ്കിലും വർക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. അത് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ നേരെ വീട്ടിലേക്ക് പോയിട്ട് എനിക്ക് പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ ഒന്ന് എടുക്കാനുണ്ടായിരുന്നേ. അതിനുശേഷം പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇന്നെൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് ഐറ്റംസും കൂടി എനിക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ലാസ്റ്റ് മിനിറ്റ് വെച്ചിട്ടായിരുന്നു അളിയന് കുറച്ചും കൂടി ഐറ്റംസ് അതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ ഇന്നൊരു ഫുൾ ബിസി ഡേ തന്നെ ആയിരുന്നു കേട്ടോ. ഞാനും മോനും ഇക്കം കൂടിയിട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി പോണത്. സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞ് സെറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് നേരെ തന്നെ സിസ്റ്ററിൻ്റെ അടുത്തേക്ക് പോകാനുള്ളതാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്കും ഏകദേശം നോമ്പ് തുറക്കാനുള്ള സമയം ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ വേഗം പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോണത് ഒരു 3 മണി ആ ഒരു സമയത്താണ് കേട്ടോ. അങ്ങനെ പിന്നെ നേരെ ഞങ്ങൾ ആദ്യം തന്നെ പോയിട്ടുണ്ടായിരുന്നത് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് ഓൾറെഡി രാവിലെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഒരു ചെരുപ്പ് വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെരുപ്പിൻ്റെ ഷോപ്പിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടുന്ന് ചെരുപ്പൊക്കെ നോക്കി എനിക്ക് സത്യം പറഞ്ഞാൽ കൺഫ്യൂഷൻ ആയിരുന്നു കേട്ടോ. കാരണം എൻ്റെ സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കില്ല ആൾക്ക്. അപ്പോൾ എനിക്ക് ആൾക്ക് ഐറ്റംസ് എടുക്കുമ്പോൾ കുറച്ചൊരു ടെൻസ്ഡാണ് ഞാൻ. എങ്ങനത്തതാണ് വെയർ ചെയ്യുമെന്ന് എനിക്കറിയില്ല. ഡ്രസ്സ് എടുക്കുമ്പോഴും സെയിം അതുപോലെ തന്നെ ആയിരുന്നു. കൂടുതലും പർദ്ദയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുരിദാർ എടുക്കാൻ എനിക്ക് വല്ലാണ്ട് അറിയുണ്ടായിരുന്നില്ല. പിന്നെ ചെരുപ്പ് കാഷ്വൽ വെയർ ആണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനത്തതാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നോക്കിയിട്ട് ഒരു ചെരുപ്പ് ഇഷ്ടപ്പെട്ടത് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടുന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത് ഒരു ഫാൻസി ഷോപ്പിലേക്കായിരുന്നേ. ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഡ്രസ്സിന് പറ്റിയിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റും പിന്നെ അതുപോലെ ഒരു റിങ്ങും എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. ഇത് സിസ്റ്ററിൻ്റെ തന്നെ മോള് തന്നിട്ടുണ്ടായിരുന്ന ഒരു ഓർഡർ ആയിരുന്നു കേട്ടോ. ഓർഡർ എന്ന് പറയാൻ പറ്റൂല, ഓള് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് അതിൽക്ക്.
ഇത് ഓളെ വക ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഒരു മിനി ഫ്രെയിമും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഫ്രെയിമിൽക്ക് വേണ്ടിയിട്ട് ഒരു പ്രിൻ്റ് എടുക്കാനും കൂടെ പോയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി പ്രിൻ്റൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലാണെങ്കിൽ മിനി ഫ്രെയിം സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് മിനി ഫ്രെയിമും കൂടെ വാങ്ങാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈസിനനുസരിച്ച് പ്രിൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കേട്ടോ. അവരുടെ പ്രിൻ്റർ എന്തോ കംപ്ലൈൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന പ്രിൻ്ററിലാണ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ ഗിഫ്റ്റ് ബോക്സ് വാങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ കയ്യിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഹാമ്പർ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ട്രാൻസ്പെറൻ്റ് ഹാമ്പർ വേണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും പിന്നെ കുറച്ച് ബോക്സസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ക്രാഫ്റ്റിൻ്റെ ഷോപ്പിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഹാമ്പറും വാങ്ങിച്ചിട്ട് പിന്നെ ഞാൻ വീട്ടിലേക്ക് തന്നെ വന്നിട്ട് ആ ഗിഫ്റ്റൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അതൊക്കെ റാപ്പ് ചെയ്തതിന് ശേഷം പിന്നെ കൊണ്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ തന്നെ ഏകദേശം ഒരു 5 മണി 5:30 ആ ഒരു ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ വേഗം താത്താൻ്റെ അടുത്തേക്കാണ് കേട്ടോ പോണത്. അവിടെ എത്തുമ്പോൾ തന്നെ ഏകദേശം വാങ്ങിക്കൊടുക്കാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ പോയതിന് ശേഷമാണ് നോമ്പ് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് ശേഷമാണ് പിന്നെ ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആളൊട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും സർപ്രൈസ് തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഹാപ്പി ബർത്ത്ഡേ സന്തോഷപ്പൊന്തറൽ ചന്ദന സുന്ദര ചന്ദ്ര ശോഭിസുര അഹമ്മദ് പുണർന്ന സുഗന്ധവല്ലി മികഴ്ന്ന പുകഴ്ന്ന കനി പരം തന്നതിക്കമ്പം ഫാത്തിമത്തെ സുഹറ മെച്ചമുള്ള ക്ഷണം വെച്ചൊരു റോജ മിക മിക തീക തീക സഖിയലി ഹോജ തരുൾ കരുൾ ബുഷറ നബി പൊരുൾ മകൾ സുഹറ ഷജറുകൾ തരമാൽ സലാമിന്റെ സുഹൃതം തരും ഗുരു ഷറഫുടെ നിധിമതി സന്തോഷപ്പൊന്തറൽ ചന്തം മുന്തിന സുന്ദര ചന്ദിര ശോഭിസുര